നമ്മളെല്ലാവരും ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അതിന് വലിയ മാറ്റങ്ങളൊന്നും ആവശ്യമില്ല. ചെറിയ കുറച്ച് നല്ല ശീലങ്ങൾ മതിയാവും. നമ്മളെല്ലാവരെയും മുന്നിലെത്തിക്കുന്ന 6 പവർഫുൾ ഹാബിറ്റ്സ് ആണ് ഇന്ന് പറയുന്നത്. മനസ്സിൻ്റെ മൂഡ് നല്ലതാക്കാൻ വ്യായാമം ചെയ്യുക. നമ്മൾ ശരീരം ചലിപ്പിക്കുമ്പോൾ മനസ്സും ചലിക്കുന്നു. സ്ട്രെസ് കുറയും, ഊർജം കൂടും, ആത്മവിശ്വാസം വളരും. ദിവസം 20 മിനിറ്റെങ്കിലും നടക്കൂ, അല്ലെങ്കിൽ യോഗ ചെയ്യൂ. നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളോട് നന്ദി പറയാൻ തുടങ്ങും. ചിന്തകൾ വ്യക്തമാകാനായി മെഡിറ്റേഷൻ ചെയ്യൂ. നമ്മൾ ദിവസവും ആയിരക്കണക്കിന് ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് നമ്മുടെ മനസ്സും പ്രവർത്തികളും. മെഡിറ്റേഷൻ, ധ്യാനം ആ ചിന്തകൾക്കൊക്കെ നമുക്ക് ശാന്തത നൽകും. 5 മിനിറ്റ് കണ്ണടച്ച് ശ്വാസം ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവും. മനസ്സിന് നല്ലൊരു ക്ലാരിറ്റിയും ഒരു സമാധാനവും നമുക്ക് ലഭിക്കും. നമ്മുടെ ലോകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വായന ഒരു ശീലമാക്കൂ. വായന നമ്മെ വെറും ബുദ്ധിമാന്മാരാക്കാൻ വേണ്ടിയല്ല കേട്ടോ, ബുദ്ധിമാന്മാരായ മനുഷ്യരാക്കുന്നു. പുസ്തകങ്ങൾ, ലേഖനങ്ങൾ, നല്ല ചിന്തകൾ, സെൽഫ് ഹെൽപ്പ് ബുക്സ് ഒക്കെ ഇതിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇവ നമ്മുടെ ജീവിതത്തോടുള്ള, ലോകത്തോടുള്ള, മനുഷ്യരോടുള്ള കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റിമറിക്കും. നമ്മളെ തന്നെ അറിയാനായിട്ട് ഏറ്റവും പവർഫുൾ ടെക്നിക്ക് എന്താണെന്നറിയോ? ജേണൽസ്. നമ്മളെക്കുറിച്ച് തന്നെ എഴുതൂ. നമുക്ക് നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ചിന്തകളൊക്കെ നമ്മൾ ഒന്നിലേക്ക് എഴുതി റെക്കോർഡ് ചെയ്യൂ. നമ്മൾ അനുഭവിക്കുന്ന വേദനയും സന്തോഷവും ഒക്കെ എഴുത്തിലേക്ക്, ഒരു പേപ്പറിലേക്കാകുമ്പോൾ നമ്മൾ ഫ്രീ ആകും, നമ്മൾ ലൈറ്റാവും, നമ്മുടെ മനസ്സ് ലഘുവാകും. ജേണൽസ് എഴുതാം, ഡയറി എഴുതുന്നത് ശീലമാക്കാം. നമ്മുടെ ചിന്തകൾ എന്താണെന്ന് നമുക്ക് തന്നെ വ്യക്തമാകാൻ അത് സഹായിക്കും. അതോടെ നമ്മുടെ ചിന്തകൾക്കൊരു ക്ലാരിറ്റി വരും. അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. വേഗത്തിൽ സക്സസ് നേടാൻ, വേഗത്തിൽ നമുക്ക് ജീവിതത്തിൽ വളർച്ച നേടാൻ കൺസിസ്റ്റൻസി നമ്മുടെ ജീവിതത്തിലേക്ക് പാലിച്ചാൽ മതി. ഒരു ദിവസം ശ്രമിക്കാൻ എല്ലാവരും റെഡിയാ, 2 ദിവസം ഓക്കെ. പക്ഷേ അത് ദിവസവും ആ ഒരു കൺസിസ്റ്റന്റ് പ്രാക്ടീസാണ് എല്ലാ വിജയങ്ങൾക്കും അടിസ്ഥാനം. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ വളരെ ശ്രമകരവുമാണ്. അപ്പോൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും എന്ന് ഉറപ്പുള്ള ശീലങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ചെറിയ ചെറിയ സ്റ്റെപ്സ്, ചെറിയ ചുവടുവെപ്പുകൾ ദിവസേന എടുത്താൽ വലിയ വിജയമാണ് അതിൻ്റെ റിസൾട്ട്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം ലഭിക്കാൻ, ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയാം അല്ലേ? അതിനെന്താണ് ചെയ്യേണ്ടത് ശരിക്കും? ആദ്യം സ്വയം സ്നേഹിക്കാൻ തുടങ്ങിയാൽ മതി. നമ്മളെ വിലമതിക്കാതെ ഒരു കുഞ്ഞു പോലും നമ്മളെ സ്നേഹിക്കാനോ വിലമതിക്കാനോ അംഗീകരിക്കാനോ പോകുന്നില്ല. നമ്മളുടെ വില സ്വയം തിരിച്ചറിയാതെ മറ്റൊരാളും നമ്മളെ അംഗീകരിക്കില്ല. നമ്മളുടെ മനസ്സിനെ സുരക്ഷിതമാക്കുക, സേഫാക്കുക, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മളോട് സ്നേഹത്തോടെ സംസാരിക്കുക, ബഹുമാനത്തോടെ നമ്മുടെ കഴിവുകളെ, നമ്മുടെ അറിവുകളെ, നമ്മുടെ ചിന്തകളെ അംഗീകരിക്കുക. വലിയ മാറ്റങ്ങൾ അതെപ്പോഴും ചെറിയ ശീലങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇന്നു മുതൽ ഒരു നല്ല ശീലം ആരംഭിക്കൂ. നമ്മളുടെ ഭാവി തന്നെ അത് മാറ്റിമറിക്കും.